ആ കണ്ടത് നന്നായി. ഞാൻ ആഫീസിൽ പറഞ്ഞിട്ടിരിക്കായിരുന്നു. കുട്ടിക്ക് മണിയാടുണ്ട്. പിന്നെ 2-3 ആഴ്ച മുമ്പ് അയച്ചതാ, പഴയ അഡ്രസ്സിൽ തന്നെ. അതുപോലെ അവിടുന്ന് റീഡയറക്ട് ചെയ്തിരിക്കുക. വേണ്ടാന്ന് പറഞ്ഞ് മടക്കാന്ന് വെച്ചാ അയക്കുന്ന ആളിന്റെ അഡ്രസ്സും അറിയില്ലല്ലോ. ഔദാര്യം കൊണ്ടാണെന്ന് കരുതണ്ട, അവകാശപ്പെട്ടതാണെന്ന് കരുതി ഒപ്പിട്ടുള്ളൂ. അഡ്രസ്സിന് പകരം പഴയ പല്ലവി തന്നെ. ഗോഡ് ബ്ലസ് യു. ശരി. ഹലോ, ഒന്ന് നിന്നേ. എന്താ? അപ്പൊ പട്ടാളക്കാരെ കുറിച്ച് മൊയ്തു പിലാക്കണ്ടി പറഞ്ഞത് നേരാണല്ലേ? എന്ത്? സ്ത്രീലമ്പടന്മാരാണെന്ന്. അയ്യോ അല്ല. പിന്നെ പെണ്ണുങ്ങൾ ഡ്രസ് മാറുന്ന ഒളിഞ്ഞു നോക്കിയതോ? അയ്യേ, ഒളിഞ്ഞു നോക്കിയേ? ഞാനോ? കുട്ടിക്ക് ആള് തെറ്റിയതാവും. പച്ച ഫുൾ സ്ലീവ് ടീഷർട്ട്, കറുത്ത ജീൻസ്. എന്നിട്ട് ഞാൻ നിലവിളിച്ചപ്പോ മതിൽ ചാടി ക്യാമ്പിലേക്ക് ഓടി. ഇനി കൂടുതൽ തെളിവ് വേണോ? സത്യമായിട്ട് ഞാൻ കുട്ടി ഡ്രസ് മാറുന്നത് നോക്കിയതല്ല. പാട്ട് കേട്ടപ്പോ കുട്ടി ആരാന്നറിയാൻ, പാടുന്ന ആരാന്നറിയാൻ വേണ്ടി നോക്കിയതാ, അല്ലാതെ. ആ മതി മതി, നോണ പറഞ്ഞ് കഷ്ടപ്പെടണ്ട. അയ്യോ, കുട്ടിയെ ഞാൻ എന്ത് പറഞ്ഞാ വിശ്വസിപ്പിക്കുക? സത്യമായിട്ടും പാട്ട് നന്നായിരുന്നു. പാടുന്ന ആരാന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ നോക്കിപ്പോയതാ. ഞാൻ നുണ പറയില്ല. യുനോ ഐ എം എ മേജർ. അതെന്താ മേജർമാർക്ക് നോണ പറഞ്ഞൂടെ? ശരി ശരി, ഞാൻ വിശ്വസിക്കാം. പക്ഷേ പകരം എനിക്ക് കുറച്ച് ഡെപ്പോസിറ്റ് ക്യാൻവാസ് ചെയ്തായിരുന്നു. അയ്യോ, ഞാനിവിടുത്തെ ആർ ഡി ഏജന്റാ. കുട്ടി, അതിന് എനിക്ക് ഇവിടെ അധികം പരിചയക്കാരൊന്നും ആയിട്ടില്ല. പുറമേന്ന് വേണ്ട, ക്യാമ്പിലെ മുഴുവൻ പട്ടാളക്കാരും ചേർത്ത് തന്നാ മതി. നോക്കൂ കുട്ടി, ഞാൻ അവരുമായിട്ട് അത്ര അടുപ്പമൊന്നുമില്ല. ഞാനും മാധവട്ടനും ബെന്നിയും മാത്രമേ ആർമിയിൽ നിന്ന് നേരിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് CRPF മറ്റു ഫോഴ്സിൽ നിന്നൊക്കെ ഡെപ്യൂട്ടേഷനിൽ വന്നവരാ. മാത്രമല്ല ഞാൻ അവരുടെ കമാൻഡന്റ് അല്ലേ. ഞാൻ എങ്ങനെയാ അവരോട്? സാറിന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. സംഭവിച്ചത് എന്താണെന്ന് എനിക്ക് എല്ലാവരോടും പറയേണ്ടി വരും മാത്രം. അങ്ങനെയാണെങ്കിൽ എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടില്ല. കുട്ടി ഒരു സഹായം ചോദിച്ചാ സന്തോഷമുള്ളൂ. ഒരു കാര്യം ചെയ്യ്, സൗകര്യം പോലെ ക്യാമ്പിലേക്ക് വന്നോളൂ. പിന്നെ മുഴുവൻ പേരും ചേർക്കാൻ പറയരുത്. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു 4-5 പേരെ അവിടെ ഉള്ളൂ. അവരെ ചേർക്കാം. അപ്പൊ ശരി, ഓക്കെ, ശുക്രിയ. Go fast. Come on. Go. എല്ലിന്റെ ഇടയിൽ വറ്റ് കുത്തിയിട്ട് തന്നെ. അല്ലാണ്ടെന്താ പറയാ, മേലനങ്ങാൻ ഒരു പണിയിട്ട് ഇല്ലേനും തിന്നാനാണെങ്കിൽ വേണ്ടോളം ഉണ്ടേനും. അതങ്ങോട്ട് ദയിപ്പിക്കണ്ടേ? എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അല്ല, ലക്ഷ്മിക്ക് പുല്ല് തിന്നാൻ ഒരു മടി, ദഹനക്കേട് ഉണ്ടെന്ന് തോന്നുന്നു. കറവ കഴിഞ്ഞ് എവിടെ കിടന്ന് കറങ്ങരുത് പറഞ്ഞിട്ടില്ല എന്നോട്? ഓ, അതന്നെ ഞാനും ആലോചിക്കണം. സാബ് അന്വേഷിക്കണ്ടേ? പോയിക്കോളൂ, ഞാൻ വന്നോളാം. മേ ഐ കം ഇൻ, സർ? യെസ്. ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഞാൻ രാജസ്ഥാൻ ക്യാമ്പിലായിരുന്നപ്പോൾ അവിടെ ഒരു വറീതേട്ടനുണ്ടായിരുന്നു, ചങ്ങനാശ്ശേരിക്കാരൻ. കേണലിന്റെ ഓർഡറിലായിട്ട്, നമ്മുടെ മാധവേട്ടനെ പോലെ. മാധവേട്ടന് പിന്നെ കുടുംബവും കുട്ടികളും ഒന്നും ഇല്ലാന്ന് വെക്കാം. വറീതേട്ടന്റെ സ്ഥിതി അതല്ല. വളരെ ചെറുപ്പത്തിലെ പട്ടാളത്തിൽ ചെയ്യുന്നതിന് മുമ്പേ കല്യാണം കഴിച്ചു. 6 കുട്ടികളും ഉണ്ട്. പക്ഷെ ആ വിചാരം വല്ല മൂപ്പർക്കുണ്ടോ? കിട്ടുന്നത് മുഴുവൻ കുടിച്ചത്. മനുഷ്യന്റെ കാര്യം ഇപ്പൊ നമ്മൾ തീരുമാനിക്കുന്ന പോലെയൊന്നും അല്ലല്ലോ. ഒരു ദിവസം കുളിമുറിയിൽ കാല് തെറ്റി ഒറ്റ വീഴ്ച, നടുവിനായിരുന്നു ഇഞ്ചുറി. പെട്ടെന്ന് പിരിഞ്ഞു പോരേണ്ടി വന്നു. പാവം വറീതേട്ടൻ ആ കിടപ്പ് കുറെ കാലം കിടന്നു, മറ്റും മരിച്ചു. പിരിയുമ്പോ കിട്ടിയ കാശ് മുഴുവൻ കടം വിട്ടാൽ മാത്രമേ തികഞ്ഞുള്ളൂ. പട്ടിണിയും പരിവട്ടായിട്ട് ആ ഭാര്യയും മക്കളും വർഷങ്ങളായിട്ട് കഴിയുന്നേ. ഞാനിപ്പോ ഇതോടെ പറഞ്ഞ എന്തിനാന്ന് മനസ്സിലായോ? കുളിക്കാൻ പോകുമ്പോ വീഴാതെ സൂക്ഷിക്കണമെന്നല്ലേ സാർ? കല്യാണം കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യത്തിൽ ഒരു നിയന്ത്രണം വേണമെന്നല്ലേ സാർ? ഷട്ട് അപ്പ് ബ്ലഡി ഫൂൾ. നമ്മളിങ്ങനെ നാടും വീടും വിട്ട് അലയുന്നവരാ. ചെറുപ്പത്തിന്റെ ആവേശത്തിൽ പട്ടാളക്കാർക്ക് ഒന്നിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ചെലവിടുന്നതിനെ കുറിച്ചാ. കിട്ടുന്നത് മുഴുവൻ ധൂർത്തടിച്ച് ചെലവാക്കും. ഇനി അത് പാടില്ല. അല്പസ്വല്പം സമ്പാദ്യശീലങ്ങളൊക്കെ ആകാം പട്ടാളക്കാർക്ക്. ആ കുട്ടി പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം ചേർക്കാൻ ഞാൻ സമ്മതിക്കുകയും ചെയ്തു. അപ്പുറത്തെ വീട്ടിലെ ആ കുട്ടി ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിലെ ആദ്യ ഏജന്റ് അത്രേ. തെറിയഭിഷേകം നടത്തുന്ന ആ വൃത്തികെട്ടവന്റെ വീട്ടിലെ കുട്ടിയല്ലേ സാർ? ചേച്ചേ, അയാൾ അത്രക്കാരനാണെങ്കിലും ആ കുട്ടി പാവാ. ഞാൻ ഇന്നലെ പോസ്റ്റ് ഓഫീസ് വെച്ചാൽ കണ്ടത്. അയാൾ പറഞ്ഞ അസഭ്യങ്ങൾക്കൊക്കെ ആ കുട്ടി എന്നോട് ഒരുപാട് മാപ്പി ചോദിക്കുകയും ചെയ്തു. പിന്നെ ഡെപ്പോസിറ്റ് പിടിച്ചു കൊടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. എന്താ ഇവര് 3 പേരും ചേരും സാർ? താനും ചേരണം. നിങ്ങളെല്ലാം കണ്ടോണ്ടാ ഞാൻ ആ കുട്ടിക്ക് വാക്ക് കൊടുത്തത്. സമ്പാദ്യശീലം അത്ര മോശം കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ ആ കുട്ടിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി വരും. പൊക്കോളൂ.
എന്റെ കാശൊന്നുമില്ല. കാശിന്റെ കൊടുത്തു. ഇങ്ങേർക്ക് അസുഖം മറ്റു തന്നെയാണ്. എന്തോന്ന്? പ്രേമം കാലം തെറ്റി പെയ്യുന്ന മഴ പോലെ പ്രണയം പൊടിഞ്ഞു തുടങ്ങി. ഒന്ന് പോടാറുണ്ട്. നിനക്കറിയില്ല പട്ടാഭി സാറിനെ. നല്ല ആപ്പിൾ പോലത്തെ കാശ്മീരി പിള്ളേർ എത്ര പുറകെ നടന്നറിയോ അങ്ങനെ ഒന്ന് വീഴ്ത്താൻ. എന്നിട്ട് വീഴാത്ത ആളെ ഈ കുഗ്രാമത്തിലെ പെണ്ണിന്റെ പുറകെ. ആശുപത്രിയിൽ എത്തിക്കേണ്ട കേസ് വണ്ടി റെഡിയല്ലേ? ഓ വണ്ടിയൊക്കെ റെഡിയാണോ? അവിടെ നിർത്തിയിട്ട് കേറ്റ വെട്ടുന്ന വടിയും കുന്തൊക്കെ ആയിട്ട് ഈ പണ്ടാറങ്ങളെ എവിടേക്കാവോ പിടിച്ചേ. ഒളിക്കേണ്ട വൈദ്യരായരെ ഞങ്ങള് കണ്ടു. നാട്ടിൽ ഒരു കാര്യത്തിനും നിങ്ങളെ കിട്ടില്ല എന്ന് വെച്ചാല് ഞാൻ ഈ ആടലോടകത്തിന്റെ വേര് തപ്പി ഇറങ്ങിയതാ. ആ ആടിലോട് നടുറോഡിലാണ് ഉണ്ടാവുക. അല്ല നിങ്ങളെല്ലാവരും കൂടി എങ്ങോട്ടാണാവോ? ഇന്ന് പാർട്ടിയുടെ ബന്ധോ ഹർത്താലോ വല്ലതുണ്ടോ? നാട്ടിലൊരു പേനായി ഇറങ്ങിയിട്ട് 3-4 ആളെ കടിച്ച വിവരം നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഇല്ല. നിങ്ങൾ എവിടുത്തെ വൈദ്യരാ നായരെ? ഡാ അവിടുത്തെ ഇതെന്താ ആളെ കളിപ്പിക്ക? അതെ, നായെ കൊല്ലാൻ സഹായം തേടി പോലീസ് സ്റ്റേഷനിലേക്കാണ് ഞങ്ങള്. SI ഒന്ന് കാണണം. ആര്? ഗബ്ബാറ? നായെ പിടിക്കാനാ? മര്യാദയ്ക്ക് ഒരു കള്ളനെ പിടിക്കാൻ കഴിവില്ലാത്തവനാണ് നായെ പിടിക്കാൻ പോണത്. നിങ്ങൾ ഇന്ന് സമയം കളയാതെ ആ പട്ടാളക്കാരെ സഹായം തേട്. അത് ശരിയാ. അവരാണെങ്കിൽ മേലിറങ്ങാൻ ഒരു പണിയും കിട്ടാതിരിക്കുക. പക്ഷെ ഈ പട്ടിപ്പിടുത്തത്തിനൊക്കെ അവരെ ഇറങ്ങണാവോ? അവർക്ക് ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. വായിച്ചിട്ടില്ലേ പട്ടാളം സേവനമായിട്ട് റോഡ് വെട്ടി പാലം പണിതൊന്നൊക്കെ. അപ്പൊ പിന്നെ ഇവിടെ ഒരു പട്ടിപിടുത്തായിക്കോട്ടോ. വായി നോക്കി കണ്ടു വാടേ. ഇവിടെ ഇരുന്ന് കളിച്ചാലും കേൾക്കാം സംഗീതം. ഇത്രയൊക്കെ വിസ്തരിച്ച് എഴുതല്ലേ? അവള് കയറും പൊട്ടിച്ചിങ്ങോട്ട് പോരും. ഒന്ന് പോടാ. തമാശ കളിക്കില്ലേ? പഞ്ചാരക്കുന്നത്ത് നട്ട പച്ചക്കരിമ്പേ വേണ്ട. ഇന്നലെ ഞാൻ നിന്നെ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ നീ ഒരു AK-47 ആയി. അത് വായിക്കരുത്. നിന്നെ ഞാൻ കെട്ടിപ്പിടിച്ചു മാർത്തി. മതി, ഇനി ഞാൻ നോക്കട്ടെ. ഇപ്പൊ തരാടേ. ഇത് വലിയ ശല്യം. എന്താ ഇത്? വല്ല നുഴഞ്ഞു കയറ്റക്കാരും വരുന്നുണ്ടോ നോക്കിയാണ് സാർ. മൈ ഗോഡ്. മാരകായുധങ്ങളായിട്ട് സംഘം ഇങ്ങോട്ട് വരുന്നുണ്ട്. കമോൺ ഗെറ്റ് അലർട്ട്. ഇവിടെ പുറത്താരും കാണില്ലല്ലോ. അവരാ ടെന്റിനകത്തായിരിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് തുറന്നോ. കുഴപ്പാവോ? ഏയ്, എന്റെ തോക്കിൽ ഉണ്ടല്ലോ. ആ ഉണ്ട് അവിടെ തന്നെ വെച്ചോളാം. ഞാൻ പല പ്രാവശ്യമായി പറയണ്. എന്നാ തുറക്കല്ലേ? തുറക്കടോ തുറക്ക്. ഇയാളുടെ കയ്യിൽ ഉണ്ടല്ലോ. പറഞ്ഞ പോലെ ഇവറ്റങ്ങളൊക്കെ എവിടെ പോയി? ചെറുതായിട്ടൊരു പേടി തോന്നുന്നില്ലല്ലോ. ഇല്ലാതില്ല. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇനി നമ്മളറിയാതെ ഇന്നലെ രാത്രി വല്ല പാകിസ്ഥാൻ പട്ടാളത്തെ വന്ന് കൊണ്ടുപോയോ? എവിടെ ഇതിലെങ്ങനെ കഴിച്ചിലാവും? കേറി കുടുങ്ങി പോയല്ലോ അമ്പറത്തെ തങ്ങളെ. നോക്ക് നാട്ടു മോനെ എങ്ങേക്കൂല്ല വാപ്പി അമ്മ. ഞാൻ കഴിച്ച് പോകുമ്പോട്ട് പോന്നേ. അല്ലോ ഇന്റെ കഥ കഴിച്ചതല്ലേ. അല്ലോ എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം? എന്തിനാ ക്യാമ്പ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്? ആരാ നിങ്ങളുടെ പിന്നിലെ? പറയേ. സാറുമാരെ, നമ്മൾ ബോംബ് വെക്കാനും കൊല്ലാനൊന്നും വന്നതല്ല. പിന്നെ നാട്ടിൽ പേപ്പറ്റ് ഇറങ്ങിയിട്ട് അതിനെ പിടിക്കാൻ സഹായം ചോദിച്ചു വന്നതാ. ഓക്കെ, രക്ഷപ്പെട്ടു. ക്യാമ്പിലേക്ക് വരുമ്പോ അനുവാദം ചോദിച്ചിട്ട് വേണ്ടേ വരാൻ? അതും ഈ മാരകായുധങ്ങളൊക്കെ ആയിട്ട് വരുമ്പോ. അത് മാറുകായുധങ്ങളൊന്നും അല്ല സാറേ. പട്ടിനെ കണ്ടാ തച്ചൊല്ലുള്ള മരക്കഷ്ണങ്ങളാ. ശരി, ഏതായാലും ഈ ദൗത്യം പട്ടാളം ഏറ്റെടുത്തിരിക്കുന്നു. ഇനി ഈ നാട്ടിൽ ഒരു പട്ടിയും കാണില്ല. എന്താ കളിക്ക? കാഴ്ച കാണാൻ തോക്കിന്റെ മുമ്പിൽ തന്നെ കയറി നിൽക്കണം. ഇപ്പൊ വെടികൊണ്ട് ചത്തേനെ.
Wait. ഒരു ഹ്യൂമൻ എനിമിയെ നേരിടുന്ന അത്ര ഈസി അല്ല ഒരു അനിമൽ എനിമിയെ നേരിടുന്നത്. ഓരോ സ്റ്റെപ്പും ഓരോ സെക്കൻഡും അലർട്ടായിരിക്കണം. എന്റെ അമ്മേ, എന്റെ പശു പോയി. അയ്യോ സാറേ ഏതോ തെണ്ടി ഗ്രീസ് വേണ്ടി വെച്ചേക്കുവാ. ആ തെണ്ടി ഞാൻ തന്നെയാ. ഇത് നിനക്കുള്ള ശിക്ഷയാ. കേടാ. അയ്യോ സാറേ, ഞാൻ താഴെ വീട് നടുവൊടിഞ്ഞ് ചത്ത സാറിന്റെ ഭാര്യയ്ക്ക് അരയ്ക്കാൻ തേങ്ങയും കറിക്ക് വാങ്ങി ആരുകൊണ്ട് തരും സാറേ? അതിന് നിന്നെ പോലെ വേറൊരുത്തം വന്നോളും. എടാ, പുതുമുഖങ്ങൾക്ക് അവസരം കിട്ടട്ടാ. കേടാ, ഓരോ കള്ളപ്പട്ടികൾ വന്നോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. പട്ടി പട്ടി നിന്റെ അപ്പൻ. ഏമാന്റെ ഹൗസിംഗ് ബോർഡ് പട്ടി തകർത്തല്ലോ. പട്ടിക്ക് തന്നെ പറ്റൂ. എല്ലാരുണ്ടല്ലോ. അയ്യോ, എന്റെ കമത്തിക്കറി കാശിക്കൊണ്ടോ. അയ്യോ അയ്യോ, വൈദ്യരെ ഹെൽപ്പ് മീ വൈദ്യരെ. എനിക്ക് പേളുകുമ്പോ വരാട്ടാ. ഇപ്പൊ എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. പോലീസുകാരുടെ 14 ഇഞ്ചക്ഷൻ എടുപ്പിക്കാൻ ഇവിടെ ഒരു പട്ടികളില്ലടാ. അയ്യോ, இங்க எங்கேயோ வெடிசத்தம் கேக்குறதே. அவனுடைய கேம்ப் இங்க எங்கேயோ தான் இருக்கும். മാമി, അത് ക്യാമ്പീന്നല്ല, അടുത്തേതോ അമ്പലത്തിൽ വെടിപൊട്ടിയതാ. ദേ ആന പോണ കണ്ടില്ലേ? ஆமா யானை. சரி சரி, நீ வண்டி விடு. ஏய், வண்டி நிறுத்து. അമ്മ, பட்டாபி நிறுத்து. நிறுத்துடா. ஏய் ஹோல். டேய் டேய், பட்டாபி பட்டாபி, நான் உங்க அம்மாடா. இப்படி மூஞ்சில கரிய பூசிட்டு இருந்தா எனக்கு தெரியாது நினைச்சிட்டு இருக்கியா? നീ ഏൻ ചൊല്ലാൻ വന്നിട്ടായി? ஏண்டா, வீட்டுக்கு கூட வராம நாட்டுக்காக சேவை செய்யறேன்னு இப்படி நாயை புடிச்சுட்டு இருக்கியே, நீ பெரிய பட்டாளம். அம்மா, நான் இங்க ஆபீசர் ஆக்கும், அவளெல்லாம் கேட்டுட்டு இருக்கா. நீ வா, கேம்பில் போய் பேசலாம். என் செல்லம்மா இல்ல. കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. രാമനാമം ചൊല്ലിണ്ട് പേരക്കുട്ടികളെയും കൊഞ്ചിച്ചോണ്ടിരിക്കേണ്ട കാലത്ത് ഞാൻ നിന്റെ പിറകെ ഇങ്ങനെ ഉലകം ചുറ്റിക്കൊണ്ടിരിക്കുന്നില്ലേ? ഇത് ന്യായമാ? അവര് പറയട്ടെ. நீ கேம்பில் வந்து என்ன வேணா சொல்லிக்க. இங்க மலையாளத்துல பேசினா அவளுக்கு புரியும். പുരിയട്ടുണ്ടാ, അവൾക്ക് നന്നാ പുരിയട്ടും. നിങ്ങൾ തന്നെ പറയണം, ഇവൻ ചെയ്യുന്നത് ശരിയാണോ? അതിർത്തി യുദ്ധം പട്ടിപിടുത്തെന്നൊക്കെ പറഞ്ഞ് ഇവൻ കല്യാണം കഴിക്കാൻ നടന്നാലേ പിന്നെ എന്നാ കല്യാണം കഴിക്കാ? മൂക്കില് പല്ലു കൊടുത്താച്ച്. அம்மா, ഇപ്പൊ എന്റെ പ്രാർത്ഥന കേട്ടിട്ട് അയ്യപ്പ സ്വാമി നിന്നെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. வா, கார்ல ஏறு. என்ன தொடாதே. கார்ல நீ ஏறுங்கம்மா. பேச வேண்டாம். அவன் உள்ள கேம்பில் போய் சொல்லு, பேசிக்கலாம். கல்யாணம் நீ வா. பண்ணிக்கிறேன்னு சொல்லு. அப்பதான் நான் இங்க இருந்து போவேன். இரு, சொல்லுடா. கல்யாணம் பண்ணிக்கிறேன்னு சொல்றா. அவன் முன்னால சொல்லுடா. உன் பின்னால பென்னி, சுத்திட்டு இருக்கிறது என்னால முடியாது. അപ്പോ ക്യാമ്പിൽ വെച്ച് കാണാം. ബൈ.
ஏண்டா பட்டாபி நோக்கு அவசர வேலை இருக்குன்னு சொல்லிட்டு இங்க வந்து உட்கார்ந்துட்டு இருக்காயா? வேலையெல்லாம் முடிஞ்சிருத்துமா. ஆமாண்டா, உன் வேலையெல்லாம் முடிச்சிட்டு நீ கல்யாணம் பண்ணிக்கிறதுக்குள்ள நான் உயிரோட இருப்பேன்னு நீ நினைக்கிறாயா? இப்ப எதுக்கு இந்த பேச்சு? இதுக்கு தானே ஆத்துக்கே வரதில்ல. டேய், எனக்கு தெரியும்டா, நீ எனக்கு ஒரே ஒரு புள்ள. நீ எங்க இருந்தாலும் நான் உன்னை தேடிட்டு வந்து தானே ஆகணும். பட்டாபி இதோ பாரு, இந்த வாட்டி இதுக்கு ஒரு தீர்மானம் எடுக்கிற வரைக்கும் நான் இங்க இருந்து போக மாட்டேன். இல்லைன்னா நீ என்ன உயிரோட பார்க்க மாட்டாய். உன் மனசு மாறினா உன்னையும் கூட்டிட்டு சபரிமலைக்கு வரேன்னு வேண்டிட்டு இருக்கேன். அம்மா ஏமா என்ன புரிஞ்சுக்க மாட்டேங்கிறேன். 8வது வயசுல தேசிய கூட சுத்தின்னு தான் பாத்திருக்கேன் அப்பாவோட பாடியை. அதுக்கப்புறம் வருஷம் பூரா அவன் கண்ணீர் மட்டும் தான் பாத்திருக்கேன். நேக்கு அதெல்லாம் ஒண்ணு மறக்க முடியாது. எப்ப வேணா போலாம் பட்டாளக்கார உயிர். அதனால எல்லா பட்டாளக்காரனும் கல்யாணம் பண்ணிக்காம இருக்கான். இந்த போறானே அந்த மாதவன், அவன் பென்ஷன் ஆனா எங்க போவான்? அவனுக்காக காத்துட்டு இருக்கிறதுக்கு யாராவது இருக்காளா? அது அவன் தலையெழுத்து. நேக்கே அம்மா இருக்காளே. நான் என்ன ஔவையாரா அத்தனை நாள் உயிரோடு இருக்கிறது? வேண்டாம் வேண்டாம், நீ சோப் போட்டே என் வாயை அடைச்சு விடுறேன். இந்த பாரு, இந்த தடவை அது நடக்கவே நடக்காது. അമ്മയുടെ പിണക്കം മാറിയില്ലെന്ന് തോന്നുന്നു. നീ അമ്മയെ കൊണ്ടൊരു സിനിമ കാണിക്ക്. ഇന്നേക്ക് അമിതാഭ് ബച്ചൻ സിനിമ വാക്കും. വേണ്ടാം വേണ്ടാം, நான் ஒன்னும் சினிமா பாக்குறதுக்கு இங்க வரல. അമ്മ വാ. ഇത്തവണ അണ്ണൻ ഈ നാട് വിട്ടു പോകുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചിരിക്കും. പാക്കട്ടെ പാரு. ചുമ്മാ. നിങ്ങൾ പറഞ്ഞത് വിശ്വസിക്കാലോ. അതിനുള്ള ഡെപ്പോസിറ്റുകളൊക്കെ സാറ് തുടങ്ങി കഴിഞ്ഞു. ഡെപ്പോസിറ്റാ? അമ്മ അത് വന്ന് ഈ കല്യാണത്തിലുള്ള ഡെപ്പോസിറ്റ് ഇല്ലേ, അതിനെ പറ്റി അവൻ പറഞ്ഞു. என்ன சொல்லி அனுப்புறதுக்கு உனக்கு திறக்காச்சு இல்லையா? ரொம்ப தூரம் போக வேணாமா, அதனால சொன்னேன். நான் இப்ப போறேன், ஆனா நீ சொன்ன பேச்சு கேட்கல, நான் திரும்ப வருவேன். നിങ്ങളോട് കൂടി ചേർത്താ. അമ്മ ധൈര്യമായിട്ട് പോവാ, എല്ലാം പറഞ്ഞ പോലെ നടക്കും. പിന്നെ സമയം കിട്ടുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം. பட்டாவி, என்னம்மா யாரா அந்த பொண்ணு? அது பக்கத்தாத்து பொண்ணுமா. அழகா இருக்கா. ഇതാണമ്മേ ഞങ്ങൾ പറഞ്ഞ ഡെപ്പോസിറ്റ്. ഓ ഡെപ്പോസിറ്റ്. എന്താ കുട്ടിയുടെ പേര്? വിമല. പോസ്റ്റ് ഓഫീസിലെ വേല പാക്കറ. ഓ അമ്മയാണ്. ഇവ എല്ലാം ചൊന്ന പറ്റുമാ? ശരിയമ്മ. അമ്മ ഇപ്പൊ വന്നു. എല്ലാം തീർന്നു. കുട്ടി എന്താ ചോദിച്ചേ? അല്ല, അമ്മ ഇപ്പൊ വന്നു. ഇന്നലെ എന്താ എന്താ ഞാൻ പറഞ്ഞില്ലേ, അമ്മ എന്ത് കരുതിയിട്ടുണ്ടാവോ? എന്ത്? അല്ല, കുട്ടി എവിടെ കണ്ടിട്ടേ ആകെ കുഴപ്പമായി. കുഴപ്പോ? എന്ത് കുഴപ്പം? അത് കുറെ കാലമായിട്ട് അമ്മ എന്നെ കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നു. നോർത്തിലും ബോർഡിലും ഒക്കെ ആയിട്ടുള്ള എന്റെ കറക്കം കഴിഞ്ഞ് ഇപ്പോഴാ അമ്മയ്ക്ക് എന്നെ കൈ കിട്ടിയത്. ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഞാനങ്ങോട്ട് വിട്ടതേ ഉള്ളൂ. അപ്പോഴാ കുട്ടിയുടെ വരവ്. അമ്മ തെറ്റിദ്ധരിച്ച് കാണുവോ? എന്തിന്? അതിന് നമ്മൾ തമ്മിൽ അങ്ങനത്തെ അടുപ്പൊന്നും ഇല്ലല്ലോ. അത് കുട്ടിക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷെ അമ്മയ്ക്കറിയില്ലല്ലോ. അതാ കുഴപ്പമായത്. അത് മാത്രമല്ല, ഇവിടുത്തെ ഈ കഴുതകൾ എന്തൊക്കെയോ പറഞ്ഞ് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അമ്മ തെറ്റിദ്ധരിച്ച് കാണും, ഉറപ്പാ. അല്ല, ശരിക്കും സാറെന്താ ഇത്രയും കാലമായിട്ട് കല്യാണം കഴിക്കാതിരുന്നേ? അതിനൊക്കെയുള്ള പ്രായത്തില് ഇവിടെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ജീവിതം വേസ്റ്റായി പോകും തോന്നി പിന്നെ ഒരുത്തേ കണ്ടുകിട്ടിയില്ല. ഇനി ഈ പ്രായത്തിൽ ഇപ്പോ കുട്ടിയല്ലേ, ഞാനവർ പറഞ്ഞിട്ടുണ്ട്, അവരാ ടെൻറ്റി കാണും. സാർ എങ്ങനത്തെ കുട്ടിയാ സാറിന്റെ മനസ്സിലെ? എന്നെ പോലെ ഒരാൾ മതിയാവോ? നല്ല കമ്മീഷൻ തന്നാ മതി, ഈ കറക്കത്തിനിടയിൽ ഞാനും തപ്പാം.